ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഒരു കൊലുസാണ്. അതായത് നമ്മുടെ ഗോൾഡ് കവറിങ്ങിൻ്റെ ഒരു കൊലുസാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്ര ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ച് നമ്മൾ ചീത്തയായിരിക്കുന്ന ഒരു കൊലുസാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത് കാണിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു 4 മിനിറ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ആ റിസൾട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിനകത്തോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ്, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു സ്വല്പം ഡിറ്റർജൻറ്റ് പൗഡർ, നമ്മുടെ സോപ്പ് പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേന് ഒരു റെഡ് കളറിലോട്ട് പോകും. അത് കണ്ടാരും പേടിക്കേണ്ട. അപ്പോൾ അതേണ്ട ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണമായാലും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ കൊലുസാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കൊലുസ് നമ്മളൊരു ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കണം കേട്ടോ. അതായത് ആ ഒരു വെള്ളത്തിനകത്ത് ഒരു 5 മിനിറ്റ് ഈ കൊലുസ് കിടക്കണം. അത് ആ ഒരു ടൈം നിങ്ങൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യാവേ. ഞാനിവിടെ കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുലുസ് അതിനകത്തൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ക്ലാവും അതിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അടുത്തുനിന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ്. നിങ്ങളിപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം നല്ലതുപോലെ അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബ്രഷ് എടുക്കുക, പഴയ ഒരു ബ്രഷ് എടുത്തിട്ട് ഈ സോപ്പ് പൊടിയിലും ഈ വെള്ളത്തിലും മുക്കി നല്ലതുപോലെ ഒരു 2-3 സെക്കൻഡ് ഒന്ന് നല്ലപോലെ നനച്ച് കൊടുക്കുക കേട്ടോ. അതായത് അഴുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ സ്റ്റെപ്പാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ കൊലുസിന് നല്ല അഴുക്കൊക്കെ പോയി നല്ല ക്ലിയർ ആകും കേട്ടോ. അതായത് ആദ്യം ഞാൻ വീഡിയോ കാണിച്ചതിനെക്കാട്ടി ബെറ്ററായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള മാലകളോ വളയോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ അഴുക്കൊക്കെ പിടിച്ച് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേണ്ടി ഇതിവിടെ ഞാൻ കുറച്ച് നേരം ഒന്ന് സോപ്പ് പൊടിക്കകത്തൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാൻ കിട്ടും. നല്ല റിസൾട്ടാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പഴയ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആഭരണങ്ങളൊക്കെ കളയാനിരിപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സൂപ്പർ റിസൾട്ടാണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വേണ്ടേ ഞാൻ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യം നിങ്ങളെ വീഡിയോ കാണിക്കാൻ നിന്നിടത്ത് തന്നെ വെച്ചിട്ട് ഞാൻ ഈ കൊലുസ് കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ ആ ഒരു ഭംഗിയില്ലായ്മ കാണിച്ചെടുത്ത് തന്നെ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാമെന്ന്. അപ്പോഴേ നിങ്ങൾക്കൊന്നുകൂടെ ക്ലിയറായി മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കൊലുസ് കാണിച്ചു തന്നെ. അപ്പം നോക്കുക, ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ തുടച്ച് കോട്ടൻ്റെ ഒരു തുണിക്കകത്ത് വെള്ളമെല്ലാം ഒപ്പി നല്ലപോലെ തുടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി, നല്ലതുപോലെ നിറം വന്നിട്ടുണ്ട്. നമുക്കിത് യൂസ് ചെയ്യുന്നതിനൊരു പാടുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സിമ്പിളായിട്ട് ചെയ്തതാണ് ഇത്. നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഒരു രൂപത്തിലാക്കി എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് തീരെ ഉപയോഗിക്കാൻ കൊള്ളരുതാത്ത കാര്യങ്ങളാണ് ഈ ഒരു രൂപത്തിലാക്കി എടുത്തേക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.